പിന്നെ ഒരാളെയും കൂടെ എനിക്ക് കാണണമെന്നുണ്ട്. ആരെ? ലാലേട്ടൻ. എനിക്ക് കണ്ടാ മതി, എനിക്ക് കാണണം. അഭിനയിക്കാനും ആഗ്രഹമുണ്ട്. സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് നോക്കുമെങ്കിൽ എനിക്ക് ഈ വാലിബനും കൂടെ ഒന്ന് കാണാൻ വാലിബൻ കാണാൻ ഇന്ന് പോണോ നമുക്ക്? ഞാൻ റെഡിയാണ്, എപ്പോ വേണം റെഡിയാണ്. ഫോണില്ലല്ലേ, ഫേസ്ബുക്കിൽ എഴുതായിരുന്നു അല്ലേ? ഫോൺ മേടിച്ചു നോർത്താണ് മോൻ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ വഴി കാണാം. എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കഴിഞ്ഞാനെ. പിന്നെ ഇന്റർവ്യൂ കയറില്ല, നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. അങ്ങക്ക് സുഖല്ലേ? മമ്മിക്ക് കൊടുക്കട്ടെ. ഒരു 2-3 മാസത്തെ പ്രൊവിഷൻ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തായിരിക്കും താങ്ക് യു കേട്ടോ. ആ നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. വളരെ സന്തോഷത്തിലാണ് ഞാൻ, വളരെ സംതൃപ്തിയിലാണ് ഈ വീഡിയോ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത ഒരു ഇൻ്റർവ്യൂ പ്രേക്ഷകർ വലിയ രീതിക്ക് ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ്. മറ്റാരുമല്ല, നമ്മളെല്ലാവരും കണ്ടു, നിഖിൽ, തിരുവനന്തപുരത്ത് പഠിക്കുന്ന +2 പഠിക്കുന്ന വിദ്യാർത്ഥി. അദ്ദേഹത്തിന് അനിയന് അസുഖമാണ്, അതോടൊപ്പം തന്നെ അമ്മയ്ക്കും അസുഖമാണ്. ആ നിഖിലിൻ്റെ ജീവിതം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്താ പ്രാധാന്യത്തോടെ നൽകുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ നിഖിലിനെ കാണാൻ വീട്ടിലെത്തുകയും അദ്ദേഹവുമായുള്ള അഭിമുഖവും നിഖിലും അമ്മയും അനുജൻ അപ്പുവുമായി ഉള്ള അഭിമുഖം ഞാൻ എടുക്കുകയും പിന്നീട് നിഖിൽ എന്നോട് 3-4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ആ കാര്യങ്ങൾ ഞാനായിട്ട് നിറവേറ്റിയതല്ല, എൻ്റെ അഭിമുഖം കണ്ടിട്ട് അവർ നിറവേറ്റിയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ആളുകളെ ഞാൻ വിളിച്ചത് പറയുകയും ചെയ്തു. അങ്ങനെ എന്നോട് നിഖിൽ ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങൾ ഒന്നൊന്നായി നടത്തി കൊടുക്കാൻ കഴിഞ്ഞ ഒരു സംതൃപ്തിയിലാണ് ഞാനും മൂവി വേൾഡ് മീഡിയയും. ഞാൻ അഭിമുഖം എടുക്കുമ്പോൾ സുരേഷ് ഗോപി ചേട്ടനെ ഒന്ന് ഫോണിൽ വിളിച്ച് നൽകിയിരുന്നു. അത് വലിയ രീതിയിൽ പ്രേക്ഷകരെടുത്തു. അത് സുരേഷ് ഗോപി ചേട്ടനെ വിളിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ വാർത്ത ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന് പിന്നീട് മറ്റ് ആളുകളൊക്കെ ഏറ്റെടുത്തിരുന്നു. ന്യൂസ് 18 തന്നെയാണ് ഈ വാർത്ത പുറം ലോകത്ത് അറിയിച്ച്. അവരാണ് ഒരു ദൈവത്തെ പോലെ ഈ കുട്ടിയെ കണ്ടെത്തിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഞാൻ എവിടെയും പറയാൻ തയ്യാറുമാണ്. അന്ന് ഈ നിഖിലിൻ്റെ കഷ്ടപ്പാടുകളും, രാവിലെ എഴുന്നേക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, പഠിക്കാൻ പോലും സമയം കിട്ടുന്നില്ല, അനിയനെ നോക്കണം, അമ്മയെ നോക്കണം, വീണ്ടും വന്നിട്ട് അമ്മയും അനിയനെ നോക്കണം, ഇങ്ങനെ ഒരു കഷ്ടപ്പാട്. ഈ നിഖിൽ എന്ന് പറയുന്ന കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ വലിയ ഒരു ഭാരം അദ്ദേഹം ഏറ്റെടുത്ത ഒരു മോനാണ് എന്ന കാര്യത്തിലും അദ്ദേഹം, അതുകൊണ്ട് തന്നെയാണ് നിഖിലിനെ കേരളത്തിലുള്ള എല്ലാവരും മലയാളികൾ എവിടെയുണ്ട് ലോകത്ത്, മലയാളികളെല്ലാം നിഖിലിനെ ഏറ്റെടുത്തതിൻ്റെ തെളിവാണ്. പറഞ്ഞു വന്നത്, അപ്പോൾ ഈ വാർത്ത സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ ഒരു വീട്ടുജോലിക്ക് ഒരാളെ നിർത്തണമെന്ന് സുരേഷ് ഗോപി വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവർക്കൊന്ന് ഫ്രീ ആകാൻ വേണ്ടി, ഈ മോനൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയാണ് അത്തരമൊരു നിലപാടിലേക്ക് പോയത്. എന്നാൽ സുരേഷ് ഗോപി അത് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഇതൊന്നും അറിയാതെ ഈ വാർത്ത, നിഖിലിൻ്റെ ഒരു കഷ്ടപ്പാട് വാർത്ത അറിഞ്ഞ് ഒരു മാലാഖയെ പോലെ ഒരമ്മ അവിടെ എത്തി. അങ്ങനെ എത്തിയ ഒരു വാർത്ത അന്ന് എൻ്റെ മുന്നിൽ വെച്ച് സുരേഷ് ഗോപിയെ വിളിച്ചു നൽകുകയും ഇവരെല്ലാവരും ഇപ്പോൾ മമ്മി എന്ന് വിളിക്കുക, മമ്മിയുമായിട്ട് സുരേഷ് ഗോപി ഫോണിൽ സംഭാഷണം നടത്തുകയും ചെയ്ത ഒരു വാർത്ത വലിയ രീതിയിൽ, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന സംഭവം വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തു. നല്ല രീതിയിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്ത് നമുക്കൊക്കെ നല്ല കമൻറ്റുകൾ നൽകുകയും എന്നെ സംബന്ധിച്ചോളം വലിയ അഭിമാന മുഹൂർത്തം തന്നെയായിരുന്നു സുരേഷ് ഗോപി വിളിച്ച് നൽകാൻ കഴിയുന്നത്. അപ്പോൾ എന്നോട് ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ആവശ്യപ്പെട്ട ഒരു 3-4 കാര്യങ്ങളാണ് നിഖിൽ ആവശ്യപ്പെട്ടത്. ഒന്ന്, നിഖിൽ ആവശ്യപ്പെട്ടത് സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ട് എന്നോട് പറഞ്ഞ വാക്കുകളാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. അഭിനയിക്കാനും ആഗ്രഹമുണ്ട്. അഭിനയിക്കാനും ആഗ്രഹമുണ്ട്. അഭിനയിക്കുവോ? അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഒരു സിനിമയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അഭിനയിക്കാൻ ഒരു മോഹം. സിനിമ ഭയങ്കര ഇഷ്ടമാണ് കാണാന്. അല്ല, ഞാൻ ശരിക്കും ഒരു നടനായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. കാര്യം എല്ലാ ഇമോഷൻസ് ഒതുക്കിയല്ല ഞാൻ വെക്കുന്നത്. ഞാൻ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കുകയാണ് എല്ലാവരുടെയും മുൻപിൽ. ഞാൻ ജീവിതത്തിൽ അഭിനയിക്കുകയാണല്ലോ, അപ്പോൾ എനിക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്ക് നോക്കാം. ഞാൻ ഈ സിനിമാക്കാരുടെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് അത്തരം ഒരു അവസരം നോക്കാമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ വലിയ ആരാധകനാണ്, നടന വിസ്മയം എന്നാണ് മോഹൻലാലിനെ കുറിച്ച്. ചെറുപ്പം മുതൽ മോഹൻലാലിൻ്റെ സിനിമ കണ്ടാണ് നിഖിൽ വളർന്നത്. എന്നാൽ തിയേറ്ററിൽ പല സാഹചര്യങ്ങളാൽ കാണാൻ പോകാൻ കഴിയാത്ത അവസ്ഥ, കാരണം അനിയനെ നോക്കണം, അമ്മയെ നോക്കണം, അതുകൊണ്ട് തിയേറ്ററിൽ പോകാനുള്ള അവസരമൊന്നുമില്ല, പോകാനും കഴിയുന്നില്ല. സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ആ കുടുംബത്തിന്.
അങ്ങനെ നിഖിൽ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എനിക്ക് വാലിബൻ സിനിമയൊന്ന് കാണണമെന്ന് എന്നോട് ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ഞാൻ അപ്പോൾ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് അഭിമുഖം എടുക്കുന്നതിനിടയിൽ തന്നെ മലയക്കോട്ടെ വാലിബൻ സിനിമയുടെ പ്രൊഡ്യൂസറായ ഷിബു ബേബി ജോണിൻ്റെ മകനെയും വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും അന്ന് തന്നെ ഞാൻ ഇവരെ സിനിമ കാണാൻ കൊണ്ടുപോയി. എത്രയോ വർഷത്തിന് ശേഷമാണ് അവർ ആ കുടുംബം സന്തോഷത്തോടു കൂടി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. അതിനുശേഷം ഇറങ്ങുന്ന 12:15 സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ അവിടെ എത്തുകയും അവരെ സന്തോഷത്തിൽ പങ്കുചേരുകയും അതും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിച്ചു. അത് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു നന്മയായിട്ട് ഞാൻ തോന്നുന്നു. പിന്നീട് നേരത്തെ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കണമെന്ന ഒരാഗ്രഹം ഇവർ മുന്നോട്ട് വെച്ചു. അങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം മുന്നോട്ട് വെച്ച് എൻ്റെ അഭിമുഖം കണ്ടതിന് ശേഷം മോനെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ 2 സിനിമയിലുള്ള അവസരങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എന്നെ ആദ്യം വിളിക്കുകയും സുരേഷ് ഗോപി എന്നോട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. നിഖിലിന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, വരാഹം എന്നാണ് ആ സിനിമയുടെ പേര്. സംവിധായകൻ സനൽ വി ദേവനാണ്. നമുക്കറിയാം അദ്ദേഹം ചെയ്യുന്ന സിനിമയിൽ ഒരു വേഷം കൊടുക്കാമെന്ന് എന്നോട് സുരേഷ് ചേട്ടൻ വിളിച്ചു പറയുന്നു. അത് സംവിധായകനുമായിട്ടും പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ സുരേഷ് ചേട്ടനെ പാലക്കാട് പോയി കണ്ടപ്പോൾ എനിക്ക് തന്ന അഭിമുഖത്തിൽ അദ്ദേഹം നിഖിലിനെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറയുന്ന ഒരു വാക്ക് അത് മനസ്സിൽ തട്ടി തന്നെ പറയട്ടെ, വളരെ സന്തോഷം എനിക്കുണ്ടായി. ആ നിഖിലിനും സന്തോഷമുണ്ടായെന്ന കാര്യത്തിലുള്ള ആ വിഷ്വലും നമ്മളത് നേരത്തെ കണ്ടാണ്, എങ്കിലും ഒന്ന് കാണാം. സിനിമ അഭിനയ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. സഞ്ജയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തക്ക സമയത്ത് തന്നെ അതിനുള്ള ഒരു അവസരവും വന്നിട്ടുണ്ട്. വലിയ റോളൊന്നും ആയിരിക്കത്തില്ല, എന്നാലും ഫ്ലാഷ് ബാക്ക് പോർഷനിൽ വരുന്നതാണ് വരാഹത്തിൽ. അതിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി കാര്യങ്ങൾ പോയി സെറ്റപ്പ് ചെയ്ത്. അതോടൊപ്പം തന്നെയാണ് എൻ്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു സിനിമാ ടീം ഈ നിഖിലിനെ വിളിച്ചിരുന്നു. മറ്റൊരു സിനിമ ടീം എന്ന് പറയുമ്പം ഷാജി കൈലാസ് സാറിൻ്റെ മോൻ നായകനാകുന്ന പുതിയ സിനിമയാണ് ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കാക്കിപ്പട ഉൾപ്പെടെ സംവിധാനം ചെയ്ത ഷെബിയാണ് ഇതിൻ്റെ സംവിധായകൻ. ആ സംവിധായകരും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും നിഖിലിനെ വിളിച്ചു വരുത്തുകയും നിഖിലിൻ്റെ ഫോട്ടോഷൂട്ട് നടത്തുകയും നിഖിലിനെ ഒരു വേഷത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചും അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി സെറ്റിൽ കൊണ്ടുവന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയെന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ 2 സിനിമയിലേക്ക് നിഖിലിന് ഒരു അവസരം ലഭിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വലിയ മനസ്സിന് തൃപ്തി നൽകുന്ന ഒരു കാര്യമായിട്ട് തന്നെ പറയുന്നു. പിന്നീട് 2 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച ഒന്ന് ലാലേട്ടനെ കാണണമെന്നൊരു ആവശ്യം മുന്നോട്ട്. കാരണം ലാലേട്ടൻ അത്ര ആരാധിക്കുന്നു എന്ന് നിഖിലിൻ്റെ വാക്കിൽ നിന്നറിയാം. ലാലേട്ടനെ കാണണമെന്ന ആവശ്യം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഐഫോണിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ഐഫോൺ എനിക്കറിയാം ശ്രീകണ്ഠൻ സാറിൻ്റെ ഷോയിൽ വന്ന് പണം വിൻ ചെയ്തപ്പോൾ 1 കോടിയിൽ പണം വിൻ ചെയ്തപ്പോൾ ഐഫോൺ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അത് പൈസ കിട്ടുന്ന അതിൻ്റെ നിയമ നടപടികളുണ്ട്. പൈസ കിട്ടുന്നത് വൈകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഒരു ഐഫോൺ കിട്ടിയാൽ കൊള്ളാം, ആ പൈസ വേറെ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തട്ടെ എന്നാണ് എന്നോട് അവർ പറഞ്ഞത്. അതും ഇപ്പോൾ ഒരു സഫലമാകുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇന്നാണ് അത് എനിക്ക് കിട്ടുന്ന വിവരം. അത് മൈജി ഷാജിക്ക ഈ വാർത്ത കാണുകയും മൈജി ഷാജിക്ക പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അനീഷ് അവരുടെ ഹെഡ് എന്നെ വിളിച്ച് പറഞ്ഞു മൈജിയിൽ നിന്നും ഒരു ഐഫോൺ കൊടുക്കാമെന്ന് എനിക്ക് ഉറപ്പ് നൽകി. അത് എനിക്ക് വളരെ സന്തോഷമാണ്. ആ മോൻ്റെ ഒരാഗ്രഹം. ഇത്ര നാളുമായിട്ട് ഈ പ്രായത്തിൽ ഒരു ഫോൺ പോലും ഇല്ല, അമ്മയുടെ ഫോണാണ് ഉപയോഗിക്കുന്നത്. ഒരു ഫോൺ പോലും സ്വന്തമായിട്ടില്ലാത്ത അദ്ദേഹത്തിന് ആ നിഖിലിന് ഒരു ഐഫോൺ കൊടുക്കാമെന്ന് എനിക്ക് ഉറപ്പ് പറഞ്ഞിരുന്നു. അത് ഞാൻ വീട്ടിൽ അറിയിച്ചപ്പോൾ അമ്മയും ഒക്കെ നിഖിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് എക്സാം കഴിഞ്ഞിട്ട് മതി എന്ന് പറയുന്നു. കാരണം ബോർഡ് എക്സാം വരുവാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഫൈനൽ എക്സാം മാർച്ചിൽ വരുന്നു. +2 വിദ്യാർത്ഥിയാണ്. അതിനുശേഷം മതി എന്ന് പറഞ്ഞു. അത് ഞാൻ മൈജിയിൽ അറിയിക്കുക. അപ്പോൾ ആ എക്സാമിന് ശേഷം മൈജി ആ ഫോൺ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. മൈജിയുടെ ഒരു ഇനാഗുറേഷൻ ഉണ്ട് തിരുവനന്തപുരത്ത്. അവിടെ വെച്ച് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിഖിലിന് ഇഷ്ടപ്പെട്ട താരങ്ങളുടെ കയ്യിൽ നിന്നും ആ മൈജി ഫോൺ വാങ്ങാൻ കഴിയുമെന്നാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. അതും എനിക്ക് സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലാലേട്ടനെ കാണണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത്. അതും സഫലമാകാൻ പോകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ലാലേട്ടൻ ഇവിടെയല്ല. ലാലേട്ടൻ എമ്പുരാൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് US-ലാണ്. അപ്പോൾ ലാലേട്ടന് ഞാൻ ഈ വീഡിയോയും അയച്ചു കൊടുത്തു. ഞാനൊരു മെസ്സേജ് വിട്ടു ലാലേട്ടനടുത്ത് ഇങ്ങനെ നിഖിലിന് ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ലാലേട്ടൻ എനിക്ക് മറുപടി അയച്ചിരിക്കൂ. ഞാനിപ്പോൾ മെക്സിക്കോ ടൗണിലാണ്, ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ്. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ വരുമ്പോൾ നമുക്കത് പ്ലാൻ ചെയ്യാമെന്നൊരു ഉറപ്പ് എനിക്ക് ലാലേട്ടൻ എനിക്ക് വാട്സാപ്പ് മെസ്സേജിൽ തന്നു. അത് ഞാൻ വീട്ടിൽ അറിയിച്ചിട്ടില്ല, ഈ വീഡിയോയിലൂടെ അറിയിക്കും ഞാൻ. അതിന് മുമ്പ് തന്നെ വിളിച്ചു പറയും. അപ്പം എന്നെ സംബന്ധിച്ചോളം വളരെ സംതൃപ്തിയുണ്ട്. നിഖിൽ എന്ന് പറയുന്ന ആ വലിയ മനസ്സിൻ്റെ ഉടമ, ചെറുപ്രായത്തിലും കുടുംബഭാരം ഏറ്റെടുത്ത, ഉറങ്ങാത്ത, ഞാൻ ആ വാർത്തയ്ക്ക് കൊടുത്ത് ചേട്ടൻ ഉറങ്ങാത്ത വീടെന്നാണ് ആ വാർത്തയ്ക്ക് ഞാൻ കൊടുത്തത്. അതുപോലെ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന മോൻ്റെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായി സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ
വളരെ സംതൃപ്തിയോട് കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനുശേഷം എനിക്ക് ഒത്തിരി പേഴ്സണലായിട്ട് ഒത്തിരി പേര് ഫോൺ വിളിച്ച് നല്ല വാർത്തയാണ്, നിങ്ങളെ സമ്മതിക്കുന്നു, നിങ്ങൾക്ക് ദൈവം തരും, അത് തന്നെ ദൈവമാണ് നമ്മളെല്ലാം രക്ഷിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് പുണ്യം എൻ്റെ മക്കൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. പല വാർത്തകൾ ചെയ്യുമ്പോഴും പല വാർത്തകൾ ചെയ്യുമ്പോഴും വളരെ നെഗറ്റീവായിട്ടൊക്കെ കമൻ്റ് ഇടുന്നവരൊക്കെ എന്നെ തിരിച്ച് പോസിറ്റീവായിട്ട് കമൻ്റ് ഇട്ടു. കാരണം ഇതൊന്നും ഞാൻ ചെയ്തതല്ല, എൻ്റെ വാർത്ത ഒരു നിമിത്തമായി എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ നിഖിലിൻ്റെ അനിയൻ്റെ അപ്പുവിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അത് ഒരു ഡോക്ടർ എന്നെ ദുബായിൽ നിന്ന് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ആ പയ്യനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അതും ഞാൻ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. വീട്ടുകാർക്ക് അവർ തന്ന വീഡിയോ സഹിതം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡോക്ടറെ ഒന്ന് നേരിട്ട് പോയി കാണണമെന്ന് പറയുന്നു. അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് എന്തായാലും 24 ഏറ്റെടുത്തിട്ടുണ്ട്. അന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചു. അങ്ങനെ നന്മയുള്ളവരാണ് എല്ലാവരും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മകൻ്റെ ഈ നിഖിലിൻ്റെ ഓരോ കാര്യങ്ങളും സഫലമാകട്ടെ. ഇനിയും നിഖിൽ ഒത്തിരി വിവരങ്ങൾക്ക് ഇവിടെ പഠിച്ച് മിടുക്കനായി നല്ലൊരു ഉദ്യോഗം വാങ്ങി എടുക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ, നല്ലൊരു നടനായി മാറാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി ഞാൻ പറയുകയാണ്.